ഒരു മെയ് മാസപ്പുള്ളിയുടെ ജനനം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത ജനനമാണ്. ശരിക്കും പറഞ്ഞാൽ VR ഗോപിനാഥ് എന്ന് പറയുന്ന ഡയറക്ടറെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ ചിത്രമാണ് മെയ് മാസപ്പുള്ളി. പക്ഷെ ആ സിനിമ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന പോലെ, കാരണം ഞാൻ അടുത്ത സിനിമകളിൽ കൂടുതൽ എന്താ പറയുക, കച്ചവട മൂല്യമുള്ള സിനിമ എന്ന് വേണമെങ്കിൽ പറയാം, കമേഴ്ഷ്യൽ വാല്യൂ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ജനപ്രിയ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് ആ സിനിമ എൻ്റെ സിനിമാ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും വലിയൊരു കുറേ പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന സിനിമ കൂടിയാണ്. അത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് പറഞ്ഞാൽ ഭാസ്കരൻ മാഷ്, രവീന്ദ്രൻ മാസ്റ്ററുടെ മനോഹരമായ ഗാനങ്ങൾ. അതെ അതെ, അതിൽ യാതൊരു സംശയമില്ല. ആ സിനിമ എന്നും ഓർക്കപ്പെടുന്നത് അതിലെ ഗാനങ്ങളുടെ പേരിലാണ്. ഒരു പുലർക്കാലം, കാരണം അത് പിന്നീട് തുടക്കകാലത്ത് 1988 ഈ 87 എൻഡിൽ ആണ് ഈ പടം റിലീസ് ചെയ്യുന്നത്, നവംബർ മാസത്തിൽ. പിന്നെ 90 ഒരു 2 വർഷക്കാലം ഇത് ഏഷ്യാനിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. പിന്നീട് അന്നൊക്കെ 3 വർഷത്തേക്ക് ടെലികാസ്റ്റ് റൈറ്റ് കൊടുക്കുക. പിന്നെ ഈ സിനിമയെ കുറിച്ചിട്ട് അതിൻ്റെ ഞാനും ഒന്നും കേട്ടിരുന്നില്ല, കണ്ടിരുന്നില്ല. തരംഗിണിയാണ് ഇതിൻ്റെ ഓഡിയോ റൈറ്റ്സ് വാങ്ങിയിരുന്നത്. തരംഗിണിയിലെ ഇതിൻ്റെ ഉണ്ണികളെ ഒരു കഥ പറയാം. ഈ 2 സിനിമകളെ ഒന്നിച്ചാണ് അവർ ഇറക്കിയത്. അത് ഭയങ്കര സെയിൽസ് ഉണ്ടാക്കിയ നല്ലൊരു റോയൽറ്റി ഓഡിയോ ഒന്നും അതിൻ്റെ നിർമ്മാതാക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇത്തരം നിർമ്മാണം കഴിഞ്ഞ ശേഷം ഞാൻ ആ സിനിമയുടെ മറ്റു കച്ചവട കാര്യങ്ങൾ കൂടുതൽ തിരക്കിയിട്ടില്ല. പക്ഷെ ആ സിനിമയിൽ നിങ്ങൾ പറഞ്ഞ പോലെ വളരെ ശരിയാണ്, ഇവര് അതിലെ ഗാനങ്ങൾ തന്നെയാണ് ആ സിനിമയെ കൂടുതൽ ശ്രദ്ധേയമാക്കിയത്. 2 പാട്ടുകളും ഒരുപോലെ ഹിറ്റായല്ലോ. ഇരുഹൃദയങ്ങളിൽ ഒന്നായി എന്ന് പറയുന്നതും പുലർക്കാല സുന്ദര, ഈ രണ്ടും ഒരു നൊസ്റ്റാൾജിക് ഗാനങ്ങളാണ്. ഇന്നും സിനിമ ഇറങ്ങി 30 വർഷം. ഈ സിനിമയുടെ പാട്ട് എഴുതിക്കാൻ അന്ന് ഭാസ്കരൻ മാസ്റ്റർ എനിക്ക് കോളേജ് ജീവിതകാലന്മാരെ അറിയാം. എൻ്റെ അടുത്തൊരു സുഹൃത്തിൻ്റെ അമ്മാവനാണ്, നേരമ്മാവനായിരുന്നു, PG മുരളി. അദ്ദേഹം അന്ന് ജീവിച്ചിരിപ്പില്ല. ഞങ്ങൾ സഹപാഠികളായിരുന്നു വിക്ടോറിയ കോളേജിൽ. അപ്പോൾ ഞങ്ങൾ ഭാസ്കരൻ മാസ്റ്റർ അന്ന് ഞങ്ങളൊരു സാംസ്കാരിക സംഘടന ഉണ്ടാക്കിയപ്പോൾ അതിന് ദാസേട്ടൻ്റെ ഒരു ഗാനമേള ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മദ്രാസിൽ ഞാനും മുരളിയും കൂടിയെ പോകുന്നു. മുരളി പറഞ്ഞു, എൻ്റെ അമ്മാവൻ വിളിച്ചു പറഞ്ഞു, ദാസേട്ടൻ എങ്ങനെയും ഡേറ്റ് ഉണ്ടാക്കി നമുക്ക് നമ്മളോട് ഒബ്ലൈജ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ പോയിട്ട് മദ്രാസിൽ പോയിട്ട് അവിടെ വെച്ചിട്ടാണ് ഭാസ്കരൻ മാസ്റ്റർ. വർഷങ്ങൾ കഴിഞ്ഞ് ഭാസ്കരൻ മാസ്റ്റർ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ആദ്യം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്നുള്ള ഒരു തസ്തികയിൽ വന്നു. പിന്നീട് അദ്ദേഹം ചെയർമാനായി. എന്നോട് അന്ന് ആ 18 or 19 വയസ്സായിരിക്കുമ്പോൾ കണ്ട അതേ ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു. വളരെ ഒരു പുത്ര വാത്സല്യത്തോടു കൂടിയാണ് ഭാസ്കരൻ മാസ്റ്റർ പെരുമാറിയിരുന്നത്. അപ്പോൾ എനിക്ക് ഭാസ്കരൻ മാസ്റ്ററും ബാബുരാജും ചെയ്ത പല പാട്ടുകളും ഞാൻ കോളേജ് ജീവിതകാലത്തും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ജീവിതകാലത്തും എല്ലാം സ്റ്റേജിൽ പാടുന്ന ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും പല പാട്ടുകളും ദേവരാജൻ, വയലാർ ദേവരാജൻ ടീമിൻ്റെ, ശ്രീകുമാരൻ നമ്പി, ദക്ഷിണാമൂർത്തി സ്വാമി ടീമിൻ്റെ, അല്ലെങ്കിൽ അർജുന മാഷിൻ്റെ ശ്രീകുമാരൻ, പല പാട്ടുകളും എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. പക്ഷെ ബാബുരാജ് ഭാസ്കരൻ മാഷിയുടെ ചില പാട്ടുകൾ എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. നമ്പർ 1 താമസമെന്തേ വരുവാൻ, നമ്പർ 2 പ്രാണസഖി ഞാൻ വെറും വരൂ, പിന്നെ എസ് ജാനകി പാടിയ തളിരിട്ട കിനാക്കൾ, ഒരുപാട് ഗാനങ്ങളുണ്ട് എസ് ജാനകി പാടിയത്, ദാസേട്ടൻ പാടിയ ഒരുപാട് ഗാനങ്ങൾ. അപ്പോൾ ഭാസ്കരൻ മാഷിയുടെ ഗാനങ്ങളുടെ രചനയുടെ പ്രത്യേകതയായിട്ട് എനിക്ക് അന്ന് തോന്നിയിരിക്കും. എനിക്ക് തോന്നി, എല്ലാവർക്കും തോന്നി, ഭാഷ വളരെ പച്ച മലയാളം ഉപയോഗിക്കുക. മാഷയുടെ പദങ്ങളുടെ അർത്ഥം അറിയാൻ നമുക്ക് വേറെ ആരോടും ചോദിക്കേണ്ട, ഒരു ഡിക്ഷണറിയും തുറക്കണ്ട, മലയാളം ഗ്രാമർ പഠിപ്പിക്കുന്ന മാഷന്മാരെടുത്ത് പോകണ്ട, സംസ്കൃത പദേ പുള്ളി ഉപയോഗിക്കില്ല. അത് കൊളോക്കിയലായിട്ടുള്ള നാടൻ ഭാഷ ഏറ്റവും നന്നായിട്ട് എല്ലാവരും ചൊല്ലണു കല്ലാണ് നെഞ്ചിയിലെന്ന്, ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ. ഇതൊക്കെ മാഷിനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ വലിയൊരു മാഷിൻ്റെ ഫാനാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമയിൽ പാട്ടില്ല, ഗ്രീഷ്മ. 7 വർഷത്തിന് ശേഷമാണ് മെയ് മാസം പഠിച്ചത്. അപ്പോൾ എനിക്ക് വളരെ നിർബന്ധമായിരുന്നു മാഷ് എഴുതണം. മാഷ് പറഞ്ഞു, ഞാൻ പറഞ്ഞു സ്കൂൾ ഡാമിലത്തെ കുറച്ച് കുട്ടികൾ ചേർന്നെടുക്കുന്നൊരു പടമാണ്, വലിയ ഫണ്ടൊന്നുമില്ല, വലിയ പ്രൊഡക്ഷൻ ഫണ്ടൊന്നുമില്ല, ഞാൻ അവരുടെ കൂടെ നിൽക്കുകയാണ്, ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. മാഷ് പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ല, സിറ്റുവേഷനൊക്കെ പറഞ്ഞു. മാഷ് പറഞ്ഞ ദിവസം ഞാൻ പാട്ടെടുക്കും. പക്ഷെ മാഷ് ഇത് മ്യൂസിക് രവീന്ദ്രനെ പുള്ളി പറഞ്ഞു, ഞാൻ രവീന്ദ്രനായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് മദ്രാസിൽ വരാൻ പറ്റില്ല, റെക്കോർഡിങ് തിരുവനന്തപുരത്താണെന്ന് വെച്ചാൽ ഞാൻ വരാം,
മദ്രാസിലാണെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ മദ്രാസിൽ ചെയ്യണം എന്നാണ് അദ്ദേഹം ആഗ്രഹം. കാരണം അദ്ദേഹത്തിന് വേണ്ട ഓർക്കസ്ട്ര വായിക്കുന്നവരൊക്കെ മദ്രാസിലാണ് ഉള്ളത്. അപ്പം മാഷ് അത് പാടി ഒരു കാസറ്റിലാക്കി തന്നു, ലിറിക്സ് എഴുതി അതും തന്നു, പാടി കാസറ്റും തന്നു. ആ പാട്ടുകൾ ഇങ്ങനെയായിരുന്നു. മാഷ് പറഞ്ഞു ഇത് പാട്ടിൻ്റെ ട്യൂൺ ഇട്ടിരിക്കുകയല്ല, ഏതൊരു ഗാനരചയിതാവും പാടുമ്പോൾ ഒരു താളം ഉണ്ടാവും, ആ താളത്തിനനുസരിച്ച്. ആ താളം എന്താണെന്ന് ഞാൻ നേരിട്ട് മ്യൂസിക് ഡയറക്ടറെ കാണാൻ ഇപ്പോൾ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ പാടിത്തരികയാണ്. അല്ലെങ്കിൽ നേരിട്ട് തന്നെ ഞാൻ പറയും ഈ താളത്തിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ട്യൂൺ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ട്യൂൺ ഇട്ടോട്ടെ. ഇരു ഹൃദയങ്ങളിലൊന്നായി വീശി ഇതാണ് കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു. മിന്നിലും കല്ലിലും പുല്ലിലും പൂവിലും വർണ്ണച്ചിറകുമായി പാറി. ഇങ്ങനെയാണ് ആ പാട്ട് എഴുതിയിരുന്നത്. അത് ഞാൻ മദ്രാസ് കൊണ്ട് രവീന്ദ്രൻ മാഷിക്ക് കേൾപ്പിച്ചു കൊടുത്തു. മാഷ് കേട്ടു. ഞാൻ പറഞ്ഞു ഇത് മാഷിന്റെ മനസ്സിലുള്ള ഋതം എന്തായിരുന്നു അറിയാൻ വേണ്ടിയിട്ട്. പിറ്റേന്ന് തന്നെ എൻ്റെ കൂടെ രഞ്ജിത്ത്, അതിൻ്റെ കഥാകൃത്ത് രഞ്ജിത്താണ്, അലക്സ് കടവിൽ അതിൻ്റെ നിർമ്മാതാവ്, പിന്നെ അലക്സിൻ്റെ 4 സുഹൃത്തുക്കൾ ഹരികുമാർ, ബൈജു പണിക്കർ, വിൻസെൻ്റ്, അങ്ങനെ 2-3 സുഹൃത്തുക്കൾ. അവരൊക്കെ അതിൽ ചെറിയ തരത്തിൽ സാമ്പത്തികമായിട്ട് ഫൈനാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു അലക്സിനെ. മെയിൻ നിർമ്മാതാവ് അലക്സ് കടവിലാണ്. അതിനോട് മാത്രം വരാൻ പറഞ്ഞു, പിറ്റേന്ന് രാവിലെ വരാൻ പറഞ്ഞു. ഞാൻ ഇതേ കാര്യം രവീന്ദ്രൻ മാഷിനോടും പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ ഫണ്ട് വളരെ കുറവേ ഉള്ളൂ, ഞാനത് പുറത്ത് പറയാൻ, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ഈ 4 പാട്ടുകൾക്കും കൂടി 10,000 രൂപയെ തരാൻ പറ്റുള്ളൂ. അപ്പോൾ പുള്ളി ഇങ്ങനെ ആലോചിച്ച് ചിരിച്ചിട്ട് പറഞ്ഞു, ഗോപി ഞാൻ ഒരു പടത്തിന് കമ്പോസ് ചെയ്യാൻ 10,000 രൂപ ഒരു പാട്ടിന്. പക്ഷേ ഞാൻ ഈ സിറ്റുവേഷനും ഞാൻ സ്ക്രിപ്റ്റിൽ തന്നെ ഈ പാട്ട് എഴുതി ഷോർട്ട് ഡിവിഷൻ ചെയ്തിരുന്നു. ഞാൻ മറിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ പാട്ട് ഇതൊക്കെ കണ്ടിട്ട് പുള്ളി പറഞ്ഞു, ഞാനും നിങ്ങളുടെ ഈ സംരംഭത്തിൻ്റെ ഒരാളാണ്, നിങ്ങളുടെ സംരംഭത്തിൽ. പക്ഷെ ഞാൻ ഇത്ര എമൗണ്ട് വാങ്ങുള്ളൂ പുറത്ത് പറയരുത്. പത്മനാഭനും ബാലേന്ദ്രമേനും വേണ്ടിയിട്ട് അദ്ദേഹം മെയിനായിട്ട് അന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. അവരൊന്നും അറിയരുത്. കാരണം ഒരു പാട്ടിന് 10,000 രൂപ അവരുടെ അടുത്തും വാങ്ങുന്നു. 4 പാട്ടിന് 10,000 രൂപ വാങ്ങിയെന്നുള്ള കഥ ഗോപി പുറത്താരോടും പറയരുത്. ഞാനും നിങ്ങളുടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പിറ്റേന്ന് പോയപ്പോൾ എന്നെ മാത്രം വരാൻ പറഞ്ഞു. പിറ്റേന്ന് പോയപ്പോൾ എൻ്റെ ബെഡ്റൂമിൽ കൂട്ടിയിട്ട് പോയിട്ട് ഹാർമോണിയം വെച്ചിട്ട് ബെഡിലിരുന്ന് ചമ്രമണിഞ്ഞിരുന്ന് ഹാർമോണിയം വെച്ചിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ ആദ്യം പുലകാര സുന്ദരം 2-ന് 3 ഈണങ്ങൾ ഇട്ടിട്ടുണ്ട്. ഞാൻ പുലകാര സുന്ദരത്തിൻ്റെ ആദ്യത്തെ ഈണം, അതാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന പാട്ട്, പുലകാര സുന്ദരം. അപ്പം ഞാൻ പറഞ്ഞു അടുത്ത ഈണം കേൾക്കണ്ട എനിക്ക്. അതെന്തേ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അത് കേട്ടാൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ഇത് തന്നെ ഫിക്സ് ചെയ്തു. ഇതെങ്ങനെയാണ് ഈ പാട്ട് ഇത്രത്തോളം ക്യാമ്പസുകളുടെ ഹൃദയം കീഴടക്കിയത്? അല്ല, ഞാൻ പിന്നീട് രവീന്ദ്രൻ മാഷ് തന്നെ എന്നോട് പറഞ്ഞു, ഗോപി ഇത് പുലകാലമായിട്ട് ബന്ധപ്പെട്ട രാഗമാണ് മലയമാരുതൻ. അപ്പോൾ ഈ മലയമാരുതൻ രാഗത്തിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ചെയ്തതാണ്. അത് കഴിഞ്ഞ് ഈ ഇരുഹൃദയങ്ങളിൽ ഒന്നായി വീശി നവ്യസുഗന്ധങ്ങൾ ഇഷ്ടവസന്ത തടങ്ങളിലെത്തി ഇണയരയന്നങ്ങൾ. ഹൃദയങ്ങളിൽ ഒന്നായി വീശി നവ്യസുഗന്ധങ്ങൾ ഇഷ്ടവസന്ത തടങ്ങളിൽ എത്തി. നോക്കൂ, ചെറിയ സംഗതികളുണ്ട്. ഇവരെല്ലാം അതിലാ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ ട്യൂണിട്ടിട്ട് ആ പാട്ട് എഴുതുന്നു. അന്ന് വരികൾ വെച്ചിട്ട് ഇഷ്ടവസന്ത തടങ്ങളിൽ എത്തി ഇണയരയങ്ങൾ. ഞാനാകെ എൻ്റെ രോമമൊക്കെ എഴുന്നേറ്റിരുന്നു, കയ്യിലെ രോമങ്ങളൊക്കെ കേട്ടിട്ട്. കൊക്കുകൾ ചേർത്തു ചിറകുകൾ ചേർത്തു
ഹൃദയങ്ങളിൽ ഒന്നായി വീശി. ഏതായാലും ഈ പാട്ട് അവിടെ റെക്കോർഡിങ് ABMCയിൽ വെച്ച് റെക്കോർഡിങ് നടന്നു. വിദ്യാസാഗറായിരുന്നു എൻ്റെ ഓർക്കസ്ട്ര കണ്ടക്ടർ. അന്ന് വിദ്യാസാഗർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മ്യൂസിക് ഡയറക്ഷൻ തുടങ്ങിയിരുന്നില്ല. ഒരു 10-22 വയസ്സായ ചെറുപ്പക്കാരൻ വിദ്യാ വാപ്പ എന്ന് പറഞ്ഞു എല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതിൽ ഒരു 5-6 പേര് ഓർക്കസ്ട്ര വായിക്കുന്നവരുണ്ട്. പിന്നീട് പശ്ചാത്തല സംഗീതം ഇവിടെ വെച്ചിട്ട് തരങ്ങണിയിലാണ് റെക്കോർഡിങ് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പശ്ചാത്തല സംഗീതം ഇവിടെ വെച്ച് ചെയ്താണ് തിരുവനന്തപുരത്ത്. പടമൊക്കെ എഡിറ്റിങ് കഴിഞ്ഞ് ഡബിങ് ഒക്കെ കഴിഞ്ഞ് പശ്ചാത്തല സംഗീതം ചെയ്യണം. പുള്ളി പറഞ്ഞു ഞാൻ 2 പേരെ കൊണ്ടുവരും, കീബോർഡ് വായിക്കുന്ന ആളെയും ഓർക്കസ്ട്ര കണ്ടക്ടർ വിദ്യാസാഗർ. അപ്പോൾ എനിക്കോ അവർ 2 പേർക്ക് എയർ ടിക്കറ്റ് തരണം. ഞങ്ങൾ കൊടുത്തു. ആ വന്ന കീബോർഡ് ഓപ്പറേറ്റർ 16 വയസ്സായ ചെറുപ്പക്കാരൻ AR റഹ്മാനായിരുന്നു. അങ്ങനെ 3 പ്രതിഭകൾ, സംഗീത പ്രതിഭകൾ, രവീന്ദ്ര മാഷ്, വിദ്യാസാഗർ, AR റഹ്മാൻ. അവര് സമ്മേളിച്ച. അപ്പൊ ഞാൻ പിന്നീട് അറിഞ്ഞപ്പോ ഞാൻ രവീന്ദ്രൻ മാഷിനോട് ചോദിച്ചു, അപ്പൊ ഈ പാട്ട് റെക്കോർഡിങ് സമയത്ത് മദ്രാസിലും പിന്നെ പുള്ളി അവിടെ ഉണ്ടായിരുന്നു, പുള്ളി തന്നെയാണ് കീബോർഡ് വായിച്ചത് പാട്ടുകൾ. അപ്പൊ എനിക്ക് അഭിമാനം ത്തോടെ. പിന്നീട് റഹ്മാനും വലിയ സംഗീത ഇന്ത്യ മൊത്തം എല്ലാ ഇന്ത്യയിലെ പല ഭാഷകളിലും ചെയ്തു. നമ്മുടെ ആ കാറ് വെച്ച് കട്ട് ചെയ്ത് സംസാരിക്കുന്നു.